ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രഷർ, മർദ്ദം എന്ന ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ നമുക്ക് പ്ലഷറോട് കൂടി പഠിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന മെയിൻ ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ആദ്യത്തെ പ്രഷർ, മർദ്ദത്തെ കുറിച്ച് പഠിക്കണം. പിന്നെ മെഷർമെന്റ് ഓഫ് പ്രഷർ, അവിടെയാണ് നമ്മൾ ഇക്വേഷനൊക്കെ വെച്ചിട്ട് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ഏരിയ, അതായത് മർദ്ദവും അതേപോലെ തന്നെ പരപ്പളവും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്നുള്ളതാണ്. പിന്നീട് നമുക്കൊരു ലിക്വിഡ് പ്രഷറാണ് വരുന്നത്. ആ ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യാൻ കണ്ടെത്താൻ വേണ്ടി ഒരു മാനോമീറ്റർ, മർദ്ദമാപിനിയെ കുറിച്ച് പഠിക്കണം. പിന്നെ ഗ്യാസ് പ്രഷർ, വാതകമർദ്ദം വരുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുന്നുണ്ട്, ഏറ്റവും അവസാനം പ്രഷർ ബാലൻസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇത്രയും പോയിന്റുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷറും അതേപോലെ തന്നെ മെഷർമെന്റ് ഓഫ് പ്രഷറും അതേപോലത്തെ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ഏരിയ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ക്ലിയർ ആയിട്ട് സെറ്റ് ആക്കാൻ പോകണം. അപ്പോൾ മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക്, സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രഷർ, മർദ്ദം. ഇത് ഓൾറെഡി നിങ്ങൾ ഇതിനകത്തുള്ള ഡെഫിനിഷനൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മർദ്ദം എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചാണ്. എന്താണ്? പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, P is equal to F by A. ഇതാണ് നമ്മൾ ഇക്വേഷൻ. എന്താണ്? P is equal to F by A. ഇതിൽ F എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ബൈ ഏരിയ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നു. അതിനെ നമ്മൾ പുതിയൊരു പേര് പഠിക്കുന്നു, പാസ്കൽ. അതുകൊണ്ട് പ്രഷർ, മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ ഓരോ കുട്ടികളും പറയുമ്പോൾ ഏതാണ്? പാസ്കൽ എന്ന് പറയും. സെറ്റല്ലട മക്കളെ, ആർക്കൊരു കുഴപ്പം, ബുദ്ധിമുട്ട്, മനപ്രയാസം ഇല്ലല്ലോ. ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചോളൂ. അങ്ങനെയെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ P is equal to F by A, ആ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലം ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ചോദ്യം ശരിക്കും നോക്കുക. എന്താണ്? 0.5 മീറ്റർ സ്ക്വയർ വിസ്തീർണത്തിൽ, അതായത് ഏരിയയിൽ 200 ന്യൂട്ടൺ ബലം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ മർദ്ദം കണ്ടെത്തുക. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണല്ലോ. എന്താണ്? ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 200 ന്യൂട്ടൺ. അപ്പോൾ F equal to 200 ന്യൂട്ടൺ എന്ന് എഴുതുക. തന്നിട്ടുള്ള കാര്യങ്ങൾ കുറേശ്ശെ എടുത്ത് എഴുതണം. ആ എഴുതിനെ നമുക്ക് 1/2 മാർക്ക് കിട്ടും. പിന്നെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്ര തന്നിട്ടുള്ളത്? 0.5 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് കണ്ടെത്തേണ്ടത്? സിമ്പിൾ. ഏതാണ്? പ്രഷറാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ആ ക്വസ്റ്റ്യൻ മാർക്ക് എന്തായാലും പേടിക്കണ്ട കേട്ടോ. എന്താണ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എഴുതിക്കും. ഒന്ന് പറഞ്ഞുതരാം. ഇക്വേഷൻ ഒന്ന് പറയൂ, കേൾക്കട്ടെ. അങ്ങനെ തന്നെ. യെസ്, അതാണ്. എന്താണ്? P is equal to F by A. F എന്ന് പറഞ്ഞാൽ 200 ന്യൂട്ടൺ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ 0.5. ഈ 0.5 ഒക്കെ വരുമ്പോൾ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. 0.5നെ 5 ആക്കാൻ എന്ത് ചെയ്യാം? ഇവിടെ ഒരു 10നെ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ മുകളിലും ഒരു 10നെ കൊണ്ട് ഗുണിക്കുക. ഇത്ര ചെയ്താൽ മതി, അല്ലേ? ഓൾറെഡി നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്നില്ലേ? അപ്പോൾ 0.5നെ 5 ആക്കാൻ 10നെ കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ മുകൾ ഭാഗത്തും 10നെ കൊണ്ട് ഇൻറ്റു ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ഗുണിച്ചു നോക്കുക. അപ്പോൾ എത്ര? 200 ഇൻറ്റു 10 നമുക്ക് 2000 കിട്ടി. ബൈ 0.5 ഇൻറ്റു 10 5 കിട്ടിയില്ലേ? അപ്പോൾ 5 എഴുതുക. അങ്ങനെ ഇത് വെട്ടിച്ചെറുതാക്കി കൂടെ. 5ൽ 5 പ്രാവശ്യം പോവും, 20. ഇതാ ഇത്രയും 20ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. അങ്ങനെയെങ്കിൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഈ ഒരു 4ഉം 2 0. അതായത് ആൻസർ എത്ര കിട്ടി? 400. അത്രയും പാസ്കൽ അല്ലെങ്കിൽ 400 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സിമ്പിൾ ആണല്ലോ. അപ്പൊ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത് പഠിച്ചോ. ഇതേപോലെ ഒരു പ്രോബ്ലം വന്നാൽ ഒരു കാരണവശാലും എൻ്റെ ഗൈസ് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു പ്രോബ്ലം ചെയ്ത് റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു. എന്തൊക്കെയാണ്? എ ബ്ലോക്ക് എക്സേർട്ട് പ്രഷർ. പടച്ചോനെ, ഇവിടെ പ്രഷർ തന്നിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുക? പേടിക്കണോ? വേണ്ട, എടുത്തത് എഴുതിക്കോളൂ. എത്രയാണ് പ്രഷർ എന്ന് പറഞ്ഞാൽ? P is equal to 2500 പാസ്കൽ തന്നിട്ടുണ്ട്. ഇനി വേറെ ഇതിനകത്ത് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല സാറേ, ഒന്നും തന്നിട്ടില്ല. അടിയാണ്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഏരിയ തന്നിട്ടുണ്ട്. A is equal to 0.2 മീറ്റർ സ്ക്വയർ. ഏരിയ തന്നിട്ടില്ലടാ. അങ്ങനെയെങ്കിൽ പിയും എയും തന്നു. അപ്പൊ ഇനി ഇതിൽ ഏതാ വരാനുള്ളത്? അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ചിന്തിക്കൊന്നും വേണ്ട. അവിടെ എന്താണ്? F ഉണ്ട്. അപ്പൊ F ആണ് കാണേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഞാൻ വേറെ കളർ മാറ്റട്ടെ. P is equal to F by A. ഇതിലെന്താണ് നിങ്ങൾക്ക് കാണേണ്ടത്? F ആണ് കാണേണ്ടത്. അപ്പൊ ഈ ഏരിയനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ? ഹരിക്കണം എന്നുള്ള സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറും. അപ്പൊ ഇതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ ഞാൻ എന്ത് എഴുതി? P ഇൻറ്റു A is equal to F. അതായത് ഞാൻ തിരിച്ചെഴുതുന്നു. F equal to P ഗുണിക്കണം A. P എന്ന് പറഞ്ഞാൽ എത്ര? 2500 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ 0.2 എന്നാണ്. നിങ്ങൾ ഇത്ര ശ്രദ്ധിക്കണ്ടുള്ളൂ. ഈ 2500നെ
2 കൊണ്ട് ഗുണിക്കുക. ശരിക്കും 0.2 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 2500-നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 5000 എന്ന് കിട്ടി. ശരിക്കും 0.2 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്, 2 കൊണ്ടാണോ? അല്ല. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾ 5000 എന്ന് എഴുതി, ഒരു സ്ഥാനം മാറ്റി കുത്തുമ്പോൾ എത്ര കിട്ടി? 500. അത്രേ ഉള്ളൂ. സംഭവം പിടികിട്ടിയോ? അപ്പോൾ ആൻസർ എത്ര കിട്ടി? 500 ന്യൂട്ടൺ. എടാ സെറ്റാണോ? ഒന്നുമില്ല. ഈ 2500-ന് എന്ത് ചെയ്യുക? 0.2-നെ കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അതിന് പകരം നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചു? 2-നെ കൊണ്ട് ഗുണിക്കുന്നു. എത്ര കൊണ്ട് 2-നെ കൊണ്ട്? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5000 എന്ന് കിട്ടി. ഇനി 2-നെ കൊണ്ടാണോ ഗുണിക്കേണ്ടത്? അല്ല, 0.2 ആണ്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 500 എന്ന് കിട്ടും. അത്രയും ന്യൂട്ടൺ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ ബേസ്, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ മെഷർമെൻറ്റ് ഓഫ് പ്രഷർ എന്നാണ്, മർദ്ദം എങ്ങനെ അളക്കാം എന്നുള്ളൊരു ഏരിയ നമുക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രം രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചിത്രത്തിൽ ഇവിടെയുള്ള പ്രഷറും നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൽ ഒരൊറ്റ ക്യൂബിൻ്റെ വലുപ്പമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ വെയിറ്റ് 18 ന്യൂട്ടൺ ആണ്. ഇതിൻ്റെ ഒരൊറ്റൊന്നിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0.36 മീറ്റർ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 ചിത്രത്തിൽ ടോട്ടൽ എത്ര ക്യൂബ് തന്നിട്ടുണ്ട് നമ്മളിവിടെ എഴുതാൻ പറയാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഈ ചിത്രത്തിൽ 10 ക്യൂബ്, ഇവിടെയും 10 തന്നിട്ടുണ്ട്, ഇവിടെയും 10 തന്നിട്ടുണ്ട്. അപ്പോൾ 10. ഇനി ഓരോന്നിൻ്റെ വെയിറ്റ് എത്രയാണ്? 18 ന്യൂട്ടൺ ആണ്. അതായത് ഈച്ച് ക്യൂബ് വെയിറ്റ്, ഓരോന്നിൻ്റെ വെയിറ്റ് 18 ന്യൂട്ടൺ ആണ്. ഓരോന്നിൻ്റെയും ഒരു സൈഡ് ഏരിയ എത്രയാണ്? 0.36 മീറ്റർ സ്ക്വയർ. ഇത് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്, അല്ലാതെ ഞാൻ വായുന്ന് എടുത്ത് എഴുതിയല്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്താണ്? ടോട്ടൽ ക്യൂബ് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 10 അങ്ങനെയാണ് ഈ 10 കിട്ടിയത്. ഇനി ഈച്ച് ക്യൂബ് വെയിറ്റ്, ഓരോ ക്യൂബിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട്. ഒരു ക്യൂബിന്റെ വെയിറ്റ് 18 ന്യൂട്ടൺ. അതാണ് ഞാൻ 18 ന്യൂട്ടൺ കൊടുത്തത്. ഇനി ഏരിയ ഓഫ് വൺ സൈഡ്, ഒരു സൈഡിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 0.36 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മണലിൽ അനുഭവപ്പെടുന്ന ബലം കണക്കാക്കുക. ബലം എഫ് ആണ് കാണേണ്ടത്. അപ്പൊ എഫ് കാണാന് ഇവിടെ നോക്കുക, എത്ര എണ്ണം വരുന്നുണ്ട്? 10 എണ്ണം വരുന്നുണ്ട് അല്ലെ? 10 എണ്ണം വരുന്നുണ്ട്. അപ്പൊ 10 കട്ടകൾ വരുന്നുണ്ട്, ക്യൂബ് വരുന്നുണ്ട്. ഇൻറ്റു ഒന്നിന്റെ വെയിറ്റ് എത്ര? 18. അപ്പൊ 10 × 18 പറഞ്ഞാൽ എത്ര കിട്ടി? 180 ന്യൂട്ടൺ. അപ്പൊ ടോട്ടൽ ബലം, ഇവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്ര കിട്ടി? 18. ഒന്നിന്റെ വെയിറ്റ് 10 എണ്ണം ഉണ്ട്. അതങ്ങനെയാണ് നമുക്ക് 180 കിട്ടി. രണ്ടാമത്തെ ചോദ്യം, സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് എത്രയെന്നാണ്. സമ്പർക്കത്തിൽ ആകെ ഇത്രയും 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അത് ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? 4 എണ്ണം വരുന്നുണ്ട്. ഇൻറ്റു ഒന്നിന്റെ ഏരിയ എത്രയാണ്? 0.36 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 4 × 0.36 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കുക. അപ്പൊ എത്ര കിട്ടി? 1.44 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 1.44 മീറ്റർ സ്ക്വയർ. നിങ്ങൾ 36-നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് രണ്ട് സ്ഥാനം മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നോക്കുക, നമുക്ക് 144, 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 1.44 അത്ര ഉള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, യൂണിറ്റ് പരപ്പളവിൽപ്പെടുന്ന ബലം, അതിനെ നമ്മൾ എന്ത് പറയുക? പ്രഷർ എന്ന് പറയുക. അപ്പോൾ P = F/A. എഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 180 ഏരിയ എന്ന് പറഞ്ഞാൽ 1.44. അപ്പോൾ 1.44-നെ 144 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? നിങ്ങളിവിടെ എത്ര കൊണ്ട് ഗുണിക്കണം? 100-നെ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ മുകൾ ഭാഗത്തും 100-നെ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 180-ന്റെ കൂടെ 2 0 ചേർക്കുക, താഴെ 144. ഇതോട് ഹരിച്ചാൽ കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ വരിക. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മളെ ആൻസർ എന്ന് പറഞ്ഞാൽ 180 ഹരിക്കണം 1.44 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 125 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. നമുക്ക് കിട്ടിയ ആൻസർ എത്ര? 125 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിന്റെ ടോട്ടൽ കണ്ടു നമ്മൾ. ഇനി രണ്ടാമത്തെ ചിത്രത്തിന്റെ ഇതേപോലെ കാണണം. രണ്ടാമത്തെ ചിത്രത്തിലും കാണാൻ സിമ്പിൾ ആണ്. എന്താണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക? മണലിൽ അനുഭവപ്പെടുന്ന ബലം എത്രയും കണ്ടെത്തണം. മണലിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറഞ്ഞാൽ എഫ് ആണ് കാണേണ്ടത്. ഈ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ 10 എണ്ണം വരുന്നുണ്ട്, ഒന്നിന്റെ വെയിറ്റ് 18. അപ്പൊ 180 ന്യൂട്ടൺ. നേരത്തെ അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഇത്രയും വെയിറ്റ് അനുഭവപ്പെടുന്നില്ലേ? ഒന്നിന്റെ 18 ആണ്. അങ്ങനെ 10 എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ 10 × 18 അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട എന്താണ്? സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് ഏരിയ എന്ന് പറഞ്ഞാല് നേരത്തെ ഇവിടെ 4 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഇപ്പൊ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ സുഖമാണ്. എന്താണ് ഏരിയ കാണാൻ പറഞ്ഞാൽ 1 ×
ഒന്നിൻ്റെ എത്ര 0.36, അതായത് 0.36 മീറ്റർ സ്ക്വയർ. അതും കറക്റ്റാണ്. അങ്ങനെയെങ്കിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ഫലം എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. P = F/A. എഫ് എന്ന് പറഞ്ഞാൽ 180 ഏരിയ എന്ന് പറഞ്ഞാൽ 0.36. അപ്പൊ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 0.36നെ 36 ആക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, 100നെ കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെയും 100നെ കൊണ്ട് ഗുണിക്കുക. അതായത് 180ന്റെ കൂടെ 2 പൂജ്യം ചേർക്കുക /36 എന്ന് വരും. ഇതോട് വെട്ടിച്ചെറുതാക്കിയാൽ മതി. അതായത് 18ൽ എത്ര 36 ഒന്നൊക്കെ വെട്ടിച്ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 500 എന്ന് വരും. അപ്പോൾ 500 പാസ്കൽ അല്ലെങ്കിൽ 500 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിന് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരേ വെയിറ്റ് ആണ്. ഇവിടെയും ഒരേ വെയിറ്റ്, ഒരേ ഭാരമാണ്. പക്ഷെ ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ കുറവാണ്, 125 ഉള്ളൂ. പക്ഷെ ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ 500 വന്നു. എന്താ കാരണം? നമുക്കറിയാം, ഇവിടെ ഏരിയ കുറവാണ്. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നു, കൂടുന്നു. അത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ടേബിൾ തന്നിട്ട് നിങ്ങളോട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ്. മണൽ അനുഭവപ്പെടുന്ന പോലെ 150 സ്ലാബ് 1ലും സ്ലാബ് 2ലും ഒരേപോലെയാണ്. പക്ഷെ ഇവിടെ ഏരിയ കുറവാണ്, ഇവിടെ ഏരിയ കൂടുതലാണ്, ഇവിടെ ഏരിയ കുറവാണ്. ഏരിയ കുറഞ്ഞപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഏരിയ കൂടിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പ്രഷർ കുറഞ്ഞു. പക്ഷെ ഇവിടെ ഏരിയ കുറഞ്ഞപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പ്രഷർ കൂടി. അപ്പോൾ രണ്ടാമത്തെ സ്ലാബിൽ പ്രഷർ കൂടാൻ കാരണം ഏരിയ കൂടുതലാണ്. അപ്പോൾ ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് പഠിക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ഏരിയ എന്നാണ്. അത് ഈ ചിത്രത്തിൽ തന്നെ മനസ്സിലാക്കാം. കത്തി ഉപയോഗിച്ച് ഒരു ആപ്പിൾ പെട്ടെന്ന് കട്ട് ചെയ്യാൻ കാരണം ഈ കത്തിയുടെ വായ്ഭാഗം, അതായത് ഇവിടെ എങ്ങനെയാണ്, ഏരിയ വളരെ കുറവാണ്. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കൂടും. ഈ ഒരു ഹിറ്റാച്ചി അല്ലെങ്കിൽ JCB പോലെ ഹിറ്റാച്ചി ചളിയിൽ താന്നു പോവില്ല. ഇതിൻ്റെ ഈ വീലിന് കണ്ടില്ലേ നല്ല പരപ്പളവ് കൂടുതലാണ്, ഒരു ചെയിന് പോലെയാണ്. അപ്പോൾ ഏരിയ കൂടി. അപ്പോൾ ഈ ചിത്രത്തിൽ ഏരിയ കൂടുതലാണ്. അപ്പോൾ പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞു. അതുകൊണ്ടാണ് താഴ്ന്നു പോകാത്തത്. ഈ ഒരു നെയിൽ ബെഡ്, ആണി കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ആണി കൊണ്ടുണ്ടാക്കിയ ആ ബെഡിൽ ഒരാൾ സുഖമായിട്ട് കിടന്നു, കാണുമ്പോൾ പേടിയൊക്കെ തോന്നും. പക്ഷെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ കാരണം അവിടെ എന്താണ്, ഏരിയ കൂടുതലാണ്. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കുറയുന്നു. നിങ്ങൾ സാധാ ബാഗ്, ഷോൾഡറിൽ വെക്കുന്ന ഈ ഒരു ബാഗ്, അപ്പോൾ ഈ ബാഗിൻ്റെ സ്ട്രാപ്പ് നല്ല വീതിയായിരിക്കും. അപ്പോൾ ഇവിടെ പിടിച്ചാൽ ചിലപ്പോൾ നിങ്ങളെ കൈ വേദനിക്കും. പക്ഷേ ഈ സ്ട്രാപ്പിൽ പിടിച്ചാൽ കൈ വേദനിക്കൂല. കാരണം എന്താണ്, ഇവിടെ ഏരിയ കൂടുതലാണ്. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. അപ്പോൾ എന്താണ്, ലെസ് ഏരിയ കുറവാണെങ്കിൽ മോർ പ്രഷർ എന്ന് ഓർത്തേക്കുക. മോർ ഏരിയ കൂടുതലാണെങ്കിൽ ലെസ് പ്രഷർ എന്ന് ഓർത്തേക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് പ്രഷർ എന്നുള്ള ഭാഗത്തെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു. ഇതന്നെ പരീക്ഷയ്ക്ക് വരുള്ളൂ. അപ്പോൾ ഒരു പേടിയും പേടിക്കണ്ട. അപ്പോൾ ഈ വീഡിയോ 2-3 തവണ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനി വേറെ ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ അതൊക്കെ വായിച്ചിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ പരീക്ഷ കഴിയുന്നത് വരെ ഇനി എല്ലാ യൂട്യൂബ് കണ്ടന്റും നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. ഷോർട്ട് വീഡിയോ അതുപോലെ തന്നെ യൂട്യൂബ് കണ്ടന്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡിസംബറിൽ നടക്കുന്ന പരീക്ഷ നമുക്ക് സിമ്പിളാക്കാം, സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.